നമസ്കാരം. സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയെ പുകഴ്ത്തിയവർ ഇപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നതെന്ന് നടൻ ഗോകുൽ സുരേഷ് വ്യക്തമാക്കുന്നു. സുരേഷ് ഗോപി ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടെന്ന് ഗോകുൽ പറഞ്ഞു. അച്ഛൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ അച്ഛനെതിരെ തിരിഞ്ഞത് എന്നതിൽ ഞെട്ടലുണ്ടാക്കിയെന്നും ഗോകുൽ സുരേഷ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പരിഹാസങ്ങളൊന്നും സുരേഷ് ഗോപി കാര്യമായി എടുക്കാറില്ല എന്നും അദ്ദേഹത്തിന്റെ രീതിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നതെന്നും ഗോകുൽ പറയുന്നു. അച്ഛന്റെ പാത പിന്തുടർന്ന് തനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തോന്നിയാൽ ഇറങ്ങുമെന്നും ഗോകുൽ വെളിപ്പെടുത്തുന്നുണ്ട്. ആദ്യ തവണ തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ തൃശ്ശൂർ അച്ഛൻ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അന്ന് എടുത്തില്ല. ഇതാണ് ഇതിന്റെ സമയം. ചവിട്ട് കിട്ടി താഴെ കിടക്കുന്ന ആൾ കയറി വരുമ്പോഴാണല്ലോ ആഘോഷിക്കാനും ആഘോഷിക്കപ്പെടാനും വകയുള്ളത്. അടികൊടുത്ത് ഇരുത്തിയ ജനങ്ങൾ തന്നെ അച്ഛനെ ഉയർത്തി. ആ രണ്ട് എക്സ്പീരിയൻസും അച്ഛന് വിധിച്ചിട്ടുണ്ടായിരിക്കണം. ഇതാണ് തൃശ്ശൂരിലെ ജയത്തെക്കുറിച്ച് സുരേഷ് ഗോപിയുടെ മകൻ അഭിപ്രായം പറയുന്നത്. സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം നല്ല വ്യക്തിയായിരുന്നുവെന്ന് പറഞ്ഞവർ അച്ഛൻ രാഷ്ട്രീയ പ്രവേശനം നടത്തിയപ്പോൾ വല്ലാത്ത കുറ്റം പറയുന്നതാണ് ഞാൻ കാണുന്നത്. ഒരുപാട് പേർ പിന്തിരിപ്പിക്കാനും നോക്കി. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ സുരേഷ് ഗോപി മോശക്കാരനാകുമെന്നും സിനിമയിലാണെങ്കിൽ നല്ലവനാകുമെന്ന കാഴ്ചപ്പാടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ആദ്യം എനിക്ക് പേടി തോന്നിയെങ്കിലും പിന്നെ മനസ്സിലായി അത് കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന്. എല്ലാവരുടെയും കാര്യത്തിൽ ഇതാണ് അവസ്ഥ എന്ന് എനിക്ക് മനസ്സിലായി. അച്ഛനൊന്നും ഒരു വിഷയമല്ല. ആരെന്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സ്നേഹിതൻ കുറ്റം പറഞ്ഞോ ശത്രു നല്ലത് പറഞ്ഞോ ഇങ്ങനെയൊന്നും അച്ഛൻ ചിന്തിക്കാറില്ല. അച്ഛൻ അദ്ദേഹത്തിന് ഒരു തനി വഴി വെട്ടിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആവശ്യമായി വന്നാൽ പ്രായവും പക്വതയും എനിക്ക് വന്നെന്ന് തോന്നിയാൽ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ രാഷ്ട്രീയം തന്നെ ആയിരിക്കണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. രാജ്യത്തിന് ഗുണകരമാകുന്ന ഒരാളായി നമ്മൾ വരുമെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. നിലവിൽ അങ്ങനെ ഒരു വിചാരമില്ല എന്ന് ഗോകുൽ സുരേഷ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ പോലും ഗോകുൽ സുരേഷ് ഉടനെ BJPയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം അച്ഛൻ്റെ പാത പിന്തുടർന്ന് ഒരുപാട് പേർ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2026 നിയമസഭയിൽ ചിലപ്പോൾ ഗോകുൽ സുരേഷ് തിരുവനന്തപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ചിലപ്പോൾ BJPയിൽ ഒരു വലിയൊരു സ്ഥാനം തന്നെ ഗോകുൽ സുരേഷിനെ തേടി എത്താനും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഏതെങ്കിലും ഒരു പദവി ഗോകുൽ സുരേഷിനെ തേടി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം അച്ഛൻ സഹമന്ത്രിയാണ്. ഗോകുൽ സുരേഷിന് ആവശ്യത്തിൽ കൂടുതൽ പക്വതയുണ്ട്. സിനിമയിൽ തന്നെ നല്ലൊരു പിടിപാടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സിനിമാ മേഖലയിൽ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ഗോകുലിന് ഒരു പദവി BJP കൊടുക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.